ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2-3 ദിവസമായി കേട്ടോ വീഡിയോ ഇട്ടിട്ട്. ഇനി മുതൽ ചിലപ്പോൾ ഡെയിലി വ്ളോഗായിട്ടൊക്കെ ഇടണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. ആമിക്കുഞ്ഞ് ചില സമയത്ത് പ്രശ്നമാണ്. ആമിക്കുഞ്ഞ് കണ്ട ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുക. ചീട്ട് വെച്ചിട്ട് കൊട്ടാരം ഇങ്ങനെ ഉണ്ടാക്കി, കൊട്ടാരമല്ല മറ്റേ ട്രെയിൻ പോലെ ഉണ്ടാക്കി ഇങ്ങനെ കളിച്ചിട്ട് ഉരുട്ടി വീഴുമല്ലോ. അപ്പോൾ ഈ കാറ്റത്ത് വല്ലതും പറ്റുമോ? അമ്മിക്കുഞ്ഞിന് അതൊന്നും അറിയത്തില്ലല്ലോ അല്ലേ അമ്മിക്കുഞ്ഞ? അമ്മിക്കുഞ്ഞിന് അത് വല്ലതും അറിയുമോ? അറിയാം, ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കളിക്കാൻ പോവാണേ അല്ലേ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗ് എടുക്കുവാണ് അല്ലേ അമ്മിക്കുഞ്ഞ? അമ്പാടി കുഞ്ഞും രാജേട്ടനും വന്നിട്ടില്ല, അപ്പോൾ വരുമായിരിക്കും. പിന്നെ ആച്ചി ചേട്ടനും രേപ്പയമ്മയും ഇല്ല, അവർ അവരുടെ വീട്ടിൽ പോയി. ഇപ്പം ഇനി ശനി ഞായറും അല്ലേ, അവിടെ 2 ദിവസം നിന്നിട്ടേ ഇനി വരത്തുള്ളൂ അല്ലേ. ബാ ബാ, അതിൻ്റെയും കൂടെ ദേഷ്യമുണ്ട് കേട്ടോ, അവളെ കൊണ്ടുപോകാത്തതിൻ്റെ. ബാ, അവളെ കൊണ്ടുപോയില്ല, അപ്പം അതിൻ്റെ ദേഷ്യമാണ് അവൾക്ക് അല്ലേ. എപ്പയമ്മ എവിടെ പോയി? വീട്ടിൽ പോയി അല്ലേ, തോട്ടാമ്മൂമ്മയുടെ അടുത്ത് പോയി. അയ്യോ അത് വേണ്ട, അബു എടുക്കാൻ പറ്റത്തില്ല കേട്ടോ, അബു എടുക്കാൻ പറ്റത്തില്ല. ആ ചീട്ട് പേർക്ക് നമുക്ക് കളിക്കാം. എന്താ അപ്പോൾ ഈ സ്പിന്നൊക്കെയാണ് എന്ന അല്ലേ, ഇച്ചിരി കഴിഞ്ഞ് കാണാം. എന്തുവാ എന്തുണ്ട് പൊട്ടോ ഇടി കള്ളിപ്പനെ? അതിനാ എന്തൊരു അഭിനയമായിരുന്നിത്. എൻ്റെ തലയിൽ ഏതാണ്ടിരിക്കുന്നു. പൊട്ടെന്തിയേ വെക്ക്, തെറ്റിക്ക് വെച്ചു. അപ്പം ഗൈസ് ഞാനൊന്ന് വീണ്, അതിൻ്റെ ഒരു വേദനയുണ്ട് കേട്ടോ. ഇടയ്ക്കല്ല, നല്ലതുപോലുണ്ട്. ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴും എഴുന്നേറ്റിരിക്കുമ്പോഴും ഒക്കെ ഭയങ്കര വേദനയായി. മുട്ടങ്ങ് ശരിക്ക് പഞ്ചറായിപ്പോയി. അപ്പോൾ ഈ ഇച്ചിരി കഴിഞ്ഞ് കാണാം. ഇവളെ ഒന്ന് സെറ്റാക്കി കൊണ്ടുവരട്ടെ. ഇപ്പോൾ എഴുന്നേറ്റ് ഒരു ആപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടിരിക്കുക അല്ലേ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തുന്ന കുറച്ച് ദിവസം ആയല്ലോ ലൈവൊക്കെ വരുന്നത് കൊണ്ട് ടൈം കിട്ടുന്നില്ല ഗൈസ്. ഇവളെയും എല്ലാം ഓക്കെ ആക്കി, പിന്നെ രാവിലത്തെ അമ്മയെല്ലാം ഹെൽപ്പ് ചെയ്ത് പറ്റുമെങ്കിൽ ഡെയിലി വ്ളോഗ് ഇടാം എന്ന് വിചാരിക്കുന്നു അല്ലേ. പറ്റുമെങ്കിൽ ഡെയിലി നമ്മൾ വ്ളോഗ് ഇടത്തില്ലേ? ഇടും കേട്ടോ. ഞങ്ങളുടെ കൊച്ചു സന്തോഷമൊക്കെ ഇടാവേ അല്ലേ. ഇനിയിപ്പം ABC ജ്യൂസിൻ്റെത് ഇല്ല. പിന്നെ ഏത്തയ്ക്ക ഞാനൊന്ന് ഓർത്തിന്ന് ഇച്ചിരി വരട്ടി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം അമ്പാടിപ്പൊന്നും കൂടെ വരുമ്പം ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അല്ലേ, അമ്പാടിപ്പൊന്നൂടെ വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് എന്തോ കഴിക്കും നമ്മൾ? ഏത്തയ്ക്കാപ്പം കഴിക്കും ഞങ്ങൾ അല്ലേ. ഏത്തയ്ക്കാപ്പം കഴിക്കുമ്പോൾ കാണാം ഗൈസ്. ടാറ്റാ അല്ലേ. എന്ത് എന്തൊക്കെയാണോ എന്തോ എന്താ ശരി. അപ്പോൾ ഗൈസ് അമ്പാടിപ്പൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അമ്പാടിപ്പൊന്ന് ഷർട്ട് ഞാൻ അമ്പാടിപ്പൊന്നിനാണെങ്കിലേ ഞാൻ തൻ്റെ ഏത്തയ്ക്ക അതാണ്ട് ചെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏത്തയ്ക്ക ഞാൻ തൻ്റെ ഇതുപോലെ അരിഞ്ഞിട്ട് നെയ്ക്കകത്തൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കേട്ടെ ഗൈസ്, പാൻ താണ്ട് നല്ലതുപോലെ ചൂടായി കേട്ടോ. അമ്മ വാങ്ങി കൊണ്ടുവന്നതാണേ. നെയ്യ് ഇട്ട് കൊടുത്തേ. ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് കൊണ്ട് ഭയങ്കര കട്ടിയാണ്. തീ കുറച്ച് വെച്ചേക്കും കേട്ടോ, തീ ഫുള്ള് കുറച്ച് വെച്ചേക്കുവാണേ. ഇത് ഞാൻ പിന്നെ തന്നെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മിക്ക ദിവസം ഏത്തയ്ക്ക പുഴുങ്ങി കേട്ടോ കൊടുക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ ഓർത്തുന്ന ഇങ്ങനെ കൊടുക്കാം. അമ്പാടിക്കുഞ്ഞിന് ഡെയിലിന്ന് തന്നെ പറയാം, ഞാൻ ഏത്തയ്ക്ക കൊടുക്കും കേട്ടോ. ആഴ്ച ചിലപ്പോൾ 1-2 ദിവസമേ, അങ്ങനെയൊന്നുമില്ല, മാസത്തിൽ ചിലപ്പോൾ 1-2 ദിവസമേ
അമ്പാടി കുഞ്ഞിന് ഏത്തയ്ക്ക കൊടുക്കാതിരിക്കത്തുള്ളൂ കേട്ടോ. കഴിവതും ഞാൻ ഏത്തയ്ക്ക കൊടുക്കാൻ നോക്കും. പിന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ പറ്റത്തില്ലല്ലോ. സെറ്റായിട്ടുണ്ട്. ഞാൻ പിന്നെ എന്തോ ചെയ്യുമെന്നറിയാവോ, ഇത്തിരി പഞ്ചാര തൂകണം കേട്ടോ, അല്ലെ കഴിക്കത്തില്ല. ഇങ്ങനെ പുഴുങ്ങുമ്പോൾ പഞ്ചാര ഒന്നും തൂകണ്ട, പക്ഷെ ഇങ്ങനെ ആകുമ്പോഴത്തേക്കിനും പഞ്ചാര ഇത്തിരി തൂകണം, നല്ല പുള്ളിക്കൊരു ഇഷ്ടമുള്ളൂ കേട്ടോ. അപ്പൊ അതിനി അവിടെ നിന്ന് റെഡി ആവട്ടെ. ഞാൻ ആമിക്കുഞ്ഞിന് വരക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ഇച്ചിരി കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങനെ 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 ആക്കി എടുക്കുമല്ലോ, അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച്. ആമിക്കുഞ്ഞിന് എന്താണെങ്കിലും നമ്മൾ ഞവടിയാണല്ലോ കൊടുക്കുന്നത്. അമ്പാടിക്കുഞ്ഞിന് പിന്നെ ഇങ്ങനെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി 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 കഴിക്കാനും പരുവത്തിന്. അപ്പോൾ വേണ്ടേ ഈ പരുവത്തിനാക്കി ഞാൻ എന്താണ്ടത് വീണ്ടും തിരിച്ചിട്ട് കേട്ടോ. തിരിച്ചിട്ട് ഞാൻ ഒരു സൈഡും കൂടെ ആക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഓക്കെ ആണേ. ഇത് കഴിയുമ്പോൾ അമ്പാടിക്കുഞ്ഞിന് ഇത് കൊടുത്തിട്ട് ഇനി ഞാൻ ആമിക്കുഞ്ഞിന് കൊടുക്കണം. ആമിക്കുഞ്ഞിന് ഉണ്ടാക്കിയിട്ട് വരാവേ. അപ്പോൾ വേണ്ട അമ്പാടിക്കുഞ്ഞിൻ്റെത് റെഡി ആയിട്ടുണ്ട്. വീണ്ടും അതേ പാനിൽ തന്നെ ഞാൻ ആമിക്കുഞ്ഞിനാക്കുവാണേ. ആമിക്കുഞ്ഞിന് അത്രയും നെയ്യ് ഇടില്ല കേട്ടോ, ഇച്ചിരി കുറവാണ് ഇടുന്നത്. ഇത്ര ഇടത്തുള്ളൂ ആമിക്കുഞ്ഞിന് കേട്ടോ. എൻ്റെ ആമിക്കുഞ്ഞിൻ്റെത് ഈ പരുവത്തിന് ഇങ്ങനെ കുഞ്ഞി 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 നാലായിട്ട് കഷ്ണിച്ചിട്ട് നമ്മൾ ഏത്തക്ക എടുക്കുമല്ലോ, അതുപോലെ ആക്കിയിട്ടുണ്ടേ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കിയെടുക്കും. അപ്പോൾ കഴിച്ചാ ആമിക്കുഞ്ഞിൻ്റെ ഏതാണ്ടൊക്കെ ആയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റും കൂടെ ഒക്കെ വരണ്ട് കഴിയുമ്പോൾ ഓക്കെ ആവുമായിരിക്കും. ഇനി ആമിക്കുഞ്ഞിന് കൊടുക്കുന്നതാണ് ഒരു ചടങ്ങ്. ഇനി ആമിക്കുഞ്ഞിന് കൊടുത്തിട്ടും ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് അമ്പാടിപ്പൻ അവിടെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. മണി തന്നെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കഴിക്കാൻ ഉണ്ടാക്കും കേട്ടോ. ആ പഞ്ചാര അങ്ങനെ വരുന്നോണ്ട, പഞ്ചാര നമ്മൾ ഇടുന്നോണ്ടാ ആ സൗണ്ട് കേൾക്കാതെ ഈ ചെറിയൊരു ലൈറ്റ് ബ്രൗൺ പോലെ വരുന്നത് കേട്ടോ. ക്യാരമൽ ആവത്തില്ലേ, അങ്ങനെ ആവുന്നതാണേ. കഴിച്ചു ആമിക്കുഞ്ഞി ആ മാല കടിച്ചിരിക്കുന്ന കണ്ടോ ആമിക്കുഞ്ഞിൻ്റെത് ഇപ്പോൾ ആവും അവിടെ. അങ്ങനെ അമ്പാടിക്കുഞ്ഞ് ഏത്തയ്ക്കായും കഴിച്ച് ആമിക്കുഞ്ഞിന് ഞാൻ ഏത്തയ്ക്ക കൊടുത്ത് കേട്ടോ. ഒരു വിധത്തിൽ വലിയ കുഴപ്പമില്ലായിരുന്നു, പകുതിയൊക്കെ കഴിച്ച് കേട്ടോ ഏകദേശം. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറേ നേരം കൊച്ചി TV ഇരുന്ന് കണ്ട് ബാലവീർ കണ്ടു കേട്ടോ എല്ലാവരും കൂടെ. അക്കൂട്ടത്തിൽ ഞാനും കാണും കേട്ടോ, എനിക്കും ഇഷ്ടമാണ് അത് കാണാൻ. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ അതൊക്കെ ഇരുന്ന് കണ്ടതിന് ശേഷം പിന്നെ ഒരു 7 മണി 7:15 ആയപ്പോൾ അമ്പാടിക്കുഞ്ഞ് പഠിക്കാൻ കയറിയേ. ആ സമയത്ത് ആമിക്കുഞ്ഞിന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഞാനും ആമിക്കുഞ്ഞും കൂടെ. അപ്പോൾ 7 മണി കഴിയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നിർബന്ധവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കുറേ നേരം അമ്പാടിക്കുഞ്ഞകത്ത് ഞാനും രാജേഷേട്ടനും ആമിക്കുഞ്ഞും കൂടെ ഹാളിൽ ഇരിക്കുമായിരുന്നു. രാജേഷേട്ടന് ചെറിയൊരു നടുവേദന ഉള്ളതുകൊണ്ട് അവിടെ കിടക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ആ വീഡിയോ ഒന്നും ഞാൻ എടുക്കാഞ്ഞതേ. അങ്ങനെ പിന്നെ അമ്പാടിക്കുഞ്ഞ് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ട്യൂഷനിൽ നമ്മുടെ മുന്നിലിരുന്ന് വായിക്കാൻ കുറച്ച് കാര്യങ്ങൾ കൊടുത്തു വിടുവേ. അത് നമ്മൾ വായിച്ചതിന് ശേഷം നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിരുന്നെല്ലാം വായിക്കുവാണേ. ആ കൂട്ടത്തിൽ ആമിക്കുഞ്ഞും വന്നിട്ടുണ്ട് കേട്ടോ. ആമിക്കുഞ്ഞിനെ പിന്നെ കയറ്റിയില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പിന്നെ കഥകയിലിട്ട് കൊട്ടി നമുക്ക് വായനയും നടക്കത്തില്ല, ഒരു രീതിയിലും നമ്മളെ ഇരുത്തത്തില്ല കേട്ടോ. അത് പിന്നെ ഓരോ ദിവസം കയറുമ്പോഴും ഓരോരോ രീതിയായിരിക്കും. ഇന്ന് വേണ്ട ഒരു ഡയറി ആയിരുന്നു കേട്ടോ, എഴുതാനായിട്ട് പുള്ളിക്ക് പുസ്തകം വേണമെന്ന് പറഞ്ഞ് അതൊക്കെ എടുത്ത് വെച്ച് കൊടുത്ത് ആളുടേതായ രീതിയിൽ കുറച്ച് കളി
കളികളും പിന്നെ അതേണ്ട ആ ചീട്ട് ആ കട്ടിലെ കിടപ്പുണ്ട് കേട്ടോ. അതുമൊക്കെ വെച്ചിട്ട് അങ്ങ് കളിക്കുമായിരുന്നേ. വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി ചോദിക്കുന്നതിന് നമ്മൾ മറുപടിയും കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വായനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പോയത് ചോറെടുക്കാനാണ്. അമ്പാടി കുഞ്ഞിന് ചോറെടുത്ത് എല്ലാം ഒന്ന് പുരട്ടി വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും ആളെല്ലാം അതിരുന്ന് ടി വിയും കണ്ടോണ്ടിരുന്ന് കഴിച്ചോളുവേ. ആ കൂട്ടത്തിൽ ഞാൻ ആമിക്കുഞ്ഞിനും കൊടുക്കുവേ. അപ്പോൾ 2 പേർക്കും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇരുന്ന് കഴിക്കുവേ. അങ്ങനെ പിന്നെ ഇരുന്ന് കഴിച്ച് കുറച്ച് നേരം കൂടെ ഒക്കെ ടി വി ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈവനിങ്ങുകളും ഇത്രയേ ഉള്ളേ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ ഇന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നാളെ കാണാം. ടാറ്റാ.